ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസനെ ഒഴിവാക്കിയ നടപടിയിൽ KCAക്കെതിരെ ശശി തരൂർ MP രംഗത്ത്. വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് ഒഴിവാക്കിയത് സഞ്ജുവിന് വിനയായെന്നും KCAയുടെ ഈഗോ കാരണം സഞ്ജുവിന്റെ കരിയർ നശിക്കുന്നുവെന്നും ശശി തരൂർ എക്സിൽ കുറിച്ചു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും BS കൃഷ്ണരാജ് ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, ശശി തരൂർ MPക്ക് മാത്രമല്ല സഞ്ജുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഏറ്റൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇന്ന് BCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ടീമിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നതും KCAക്കെതിരെ തന്നെയല്ലേ? ക്രിക്കറ്റ് അധികാരികളുടെ ഈഗോ സഞ്ജു സാംസന്റെ കരിയർ തകർക്കുന്നു എന്നാണ് തരൂർ പറഞ്ഞത്. അതായത് KCAക്കെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉന്നയിച്ചത്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് മലയാളി താരം സഞ്ജുവിനെ തഴഞ്ഞതിൽ ആണ് ഈ വിമർശനം വന്നത്. ക്രിക്കറ്റ് അധികാരികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ തകർക്കുകയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന്റെ പേര് ആ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത് സഞ്ജു സാംസൺ 2020 ക്രിക്കറ്റിൽ വളരെ സജീവമായി മികച്ച ഇന്നിംഗ്സുകളിലൂടെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി മാറിക്കഴിഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നില്ല. അത് പരിശീലന ക്യാമ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ച കാരണത്താലാണ് ഇന്ത്യൻ ടീമിൽ എത്തുന്നത് സഞ്ജുവിന് തിരിച്ചടിയായത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള കേരള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കുകയും ചെയ്തു. ഈ മുസ്താഖ് അലി വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റുകൾക്കുള്ള പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖേദം പ്രകടിപ്പിച്ച KCAക്ക് സഞ്ജു കത്തുമയച്ചിരുന്നു. പക്ഷേ KCA ടീമിൽ നിന്ന് ഒഴിവാക്കിയ കാരണത്താൽ ഇന്ത്യൻ ടീമിൽ നിന്ന് സഞ്ജു ഒഴിവാക്കപ്പെട്ടു എന്നാണ് തരൂർ പറയുന്നത്. പക്ഷേ ഏകദിന ക്രിക്കറ്റിൽ KL രാഹുലും പന്തും കഴിഞ്ഞ ശേഷം മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു താരമാണ് സഞ്ജു എന്നാണ് ഇന്ത്യൻ സെലക്ടർമാർ തിരിച്ചറിഞ്ഞതും മനസ്സിലാക്കിയതും. അതനുസരിച്ചാണ് ടീം എടുത്തത്. മാത്രമല്ല ഏകദിന ക്രിക്കറ്റിൽ സഞ്ജു അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എന്നത് ഓർക്കുകയും വേണം. അതേസമയം 2020 ക്രിക്കറ്റിൽ ഇപ്പോഴും സഞ്ജു തന്നെയാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നത് നമ്മൾ മറക്കാനും പാടില്ല. അതുകൊണ്ടാണ് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഏകദിന ടീമിൽ പരിഗണിക്കപ്പെടാതെ പോയത് എന്നതാണ് സത്യം. പക്ഷെ തരൂർ KCAക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയാണ്. KCA സഞ്ജു പോര് എന്നത് തരൂർ സഞ്ജുവിന് വേണ്ടി ഏറ്റുപിടിക്കുന്നതോടെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്താകും ഈ വിവാദം എന്നത് അറിയാനുള്ള കാത്തിരിപ്പാണ്. ശരി, BS കൃഷ്ണരാജാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.